ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളെ തുടർന്ന് സ്വർണ്ണവിലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി അസാധാരണമായ കുതിപ്പാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ US യുദ്ധം സ്വർണ്ണത്തെ വിപരീത തലത്തിലേക്കാണ് സ്വാധീനിച്ചത്. നിലവിലെ നീക്കങ്ങൾ ഹ്രസ്വകാല ചാഞ്ചാട്ടത്തെ പ്രതിഫലിക്കുന്നതായി തോന്നുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു. സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് തൊടുമെന്നും പ്രവചനങ്ങൾ. സ്വർണം ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി ലാഭം. ഏപ്രിൽ മാസം കഴിഞ്ഞ് ഇനി ഡിസംബർ ആകാൻ കാത്തുനിന്നാൽ ഗ്രാമിന് 21,000 കടന്ന് കുതിക്കുമെന്ന് ഉറപ്പാണ്. 2027 ഗ്രാമിന് 27,500 രൂപയാകുമെന്നാണ് പ്രവചനങ്ങൾ പറയുന്നത്. ഇത് ശരിവെക്കുന്ന രീതിയിൽ എല്ലാ പ്രതീക്ഷകളെയും പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിയാണ് സ്വർണ്ണവില കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ചെറിയ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴും 1,00,000 മുകളിൽ തുടരുകയാണ് സ്വർണ്ണവില. സ്വർണ്ണവില ചാഞ്ചാടുകയാണെന്നാണ് വിദഗ്ധരും പറയുന്നത്. വിപണിയിൽ കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായി വില ഉയർന്നും താഴ്ന്നുമാണ് മുന്നോട്ടു പോകുന്നത്. എങ്കിലും റെക്കോർഡ് നിരക്കിൽ നിന്ന് തുടരുകയാണ് സ്വർണ്ണവില. സ്വർണ്ണവില കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞിരുന്നു, എന്നാൽ ഇന്ന് കൂടുകയാണ് ചെയ്യുന്നത്. രാജ്യാന്തര തലത്തിൽ സ്വർണം വെള്ളി വിലകളിലുണ്ടായ വളർച്ചയാണ് കേരളത്തിലും പ്രതിഫലിച്ചത്. ഇറാനുമായുള്ള യുദ്ധം അവസാനത്തോടെ അടുക്കുകയാണെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് US ഡോളർ ദുർബലമായതാണ് വില ഇങ്ങനെ ഉയരാൻ കാരണമായത്. ഇന്നലെ ഏഷ്യൻ വ്യാപാര സമയത്ത് ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില 1% ഉയർന്ന് ഔൺസിന് $5,145 സ്പോട്ട് സിൽവർ വില 4% കുതിച്ചുയർന്ന് ഔൺസിന് $87.9 ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുകയാണ് വിപണി. അങ്ങനെ വരുമ്പോൾ വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ ഏതുതരം മാറ്റം സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ പ്രയാസമാണ്. വില കൂടാനും കുറയാനുമുള്ള കാരണങ്ങൾ വിപണിയിലുണ്ട്. ഫെഡറൽ റിസർവും മറ്റ് കേന്ദ്ര ബാങ്കുകളും പലിശ നിരക്കുകൾ ദീർഘകാലത്തേക്ക് ഉയർന്ന നിലയിൽ നിലനിർത്താനോ അല്ലെങ്കിൽ ഇനിയും വർദ്ധിപ്പിക്കാനോ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് കണക്കുകൂട്ടൽ. ഇത് പലിശയോ ലാഭവിഹിതമോ നൽകാത്ത സ്വർണം പോലുള്ള ലോഹങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. അതേസമയം ആഗോള ഓഹരി വിപണികളിൽ വൻതോതിലുള്ള വിറ്റഴിക്കൽ തുടരുന്ന സാഹചര്യമാണുള്ളത്. അതിനാൽ നിക്ഷേപകർ സ്വർണത്തെ പെട്ടെന്ന് പണം കണ്ടെത്താനുള്ള ഒരു മാർഗമായി ആശ്രയിക്കുന്നതാണ് കാഴ്ച. പശ്ചിമേഷ്യൻ സംഘർഷം കടുക്കുന്നതും ഊർജ്ജവില ഉയരുന്നതും ശരിക്കും പറഞ്ഞാൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിനുള്ള ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഔൺസിന് വില 5,450 മുതൽ $5,600 വരെയാകാനും സാധ്യതയുണ്ട്. വിലയിൽ ഇടിവുണ്ടാകുമ്പോൾ വിറ്റൊഴിയുന്നതിന് പകരം തന്ത്രപരമായ നിക്ഷേപം നടത്താനാണ് വിദഗ്ധർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ വർഷം അവസാനത്തോടെ സ്വർണ്ണവില $6,000 എത്തുമോ എന്ന ചോദ്യം നിക്ഷേപകരുടെ ഇടയിൽ സജീവ ചർച്ചയാണ്. അതായത് ഇന്ത്യൻ രൂപ 5 ലക്ഷം കടക്കുമെന്നാണ് അർത്ഥം. ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ദീർഘകാല സാമ്പത്തിക സുരക്ഷയ്ക്കായി സ്വർണം വാങ്ങുമ്പോൾ വിലയിടിവുകളിൽ ആത്മവിശ്വാസം കൈവിടരുതെന്നാണ് പറയുന്നത്. പെട്ടെന്നുള്ള മാറ്റമല്ല, സാമ്പത്തികമായിട്ടുള്ള ഒരു സംരക്ഷണത്തിന് തന്ത്രപരമായ ആസ്തിയാണ് സ്വർണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. നിലവിൽ സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പല വിദഗ്ധരും ഇക്കാര്യത്തിൽ ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. അതായത് 12 മാസത്തിനുള്ളിൽ ഔൺസിന് $6,000 എന്ന ലക്ഷ്യം സ്വർണം മറികടക്കുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ യാതൊരയവും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇനി എത്ര നാൾ തുടരുമെന്ന കാര്യത്തിലും അനിശ്ചിതത്വം നിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ വില കൂടും. നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ നോക്കിക്കാണുന്ന ആളുകളും നേരത്തെ തന്നെ അതിൽ നിക്ഷേപം നടത്തിയവർക്കും സ്വർണത്തെക്കുറിച്ചുള്ള ഈ പ്രവചനം എന്തുകൊണ്ടും ആശ്വാസം നൽകുന്നതാണ്. എന്തായാലും സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഈ വർഷം അവസാനം വരെ കാത്തിരിക്കുന്നത് മണ്ടത്തരമാകുമെന്നും വ്യാപാരികളും പറയുന്നുണ്ട്. നിലവിലെ വില നിലവാരത്തിൽ തന്നെ സ്വർണം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലതെന്നും ഇവർ പറയുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.